പഠിക്കുമ്പോഴേ കഞ്ചാവിനടിമ, മാനസികാരോഗ്യ ചികിത്സയും തേടിയിട്ടുണ്ട്. കൊല നടത്തിയ സമയം ലഹരിയിലായിരുന്നില്ല എന്ന് പോലീസ്. പറവൂരിൽ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ ഋതുജയൻ ലഹരി അടിമ. ഇയാൾ മാനസിക ആരോഗ്യ ചികിത്സയും തേടുന്നുണ്ട്. പുതിയൊരു സൈക്കോപാത്തിനെ പോലെയാണ് പെരുമാറുന്നതെന്ന് പോലീസ് പറഞ്ഞു. 28 വയസ്സുകാരൻ ഋതു മുമ്പ് NDPS കേസിൽ 52 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. 2 ദിവസം മുമ്പാണ് ബംഗളൂരുവിൽ നിന്നെത്തിയത്. വടക്കേക്കര പോലീസിന്റെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. സ്ഥിരം പ്രശ്നക്കാരനെന്നും നാട്ടുകാർ പറയുന്നു. ഋതുവിന്റെ ആക്രമണങ്ങളെ തുടർന്ന് പോലീസിൽ പലതവണ പരാതിപ്പെട്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. മാനസിക ചികിത്സയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ഇയാൾ പോലീസിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും ആരോപണമുണ്ട്. അതേസമയം ഋതുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കൊലപാതക സമയത്ത് പ്രതി ലഹരിയിലായിരുന്നില്ല എന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് വ്യക്തമാക്കി. ഋതു ആദ്യം വിനീഷയാണ് ആക്രമിച്ചത്. ഇതിന് പിന്നാലെ വേണുവിനെയും ഉഷയെയും ആക്രമിച്ചു. ഒടുവിലാണ് ജിതിന്റെ തലക്കടിച്ചതെന്നും പോലീസ് പറഞ്ഞു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ഋതു ജിതുവിന്റെ വീട്ടിലെത്തിയത്. സഹോദരിയെ ജിതിൻ പരിഹസിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതക പ്രേരണയെന്ന മൊഴിയാണ് ഋതു പോലീസിന് നൽകിയിരിക്കുന്നത്. ബൈക്കിന്റെ സ്റ്റമ്പ്, 2 കത്തി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇയാൾ നാലംഗ കുടുംബത്തെ ആക്രമിച്ചത്. പ്രതി ബംഗളൂരുവിലാണ് ജോലി ചെയ്തിരുന്നത്. 2 ദിവസം മുമ്പാണ് നാട്ടിലെത്തിയത്. രക്തത്തിൽ കുളിച്ചു കിടന്ന നിലയിലായിരുന്നു 4 പേരെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. കൂട്ടക്കൊലപാതകത്തിന് ശേഷം ഋതു ബൈക്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. വടക്കേക്കര സ്റ്റേഷനിലെ SI സംശയം തോന്നിയാണ് പ്രതിയെ പിടികൂടിയതെന്നും റൂറൽ SP വ്യക്തമാക്കി. കൂട്ടക്കൊലയ്ക്ക് മുമ്പ് പ്രതി ഋതുജയൻ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പൂച്ചയുടെയും പട്ടിയുടെയും പേരിലാണ് ഭീഷണിപ്പെടുത്തൽ. പ്രതിക്ക് വേണുവിന്റെ കുടുംബവുമായി നേരത്തെ തന്നെ തർക്കമുണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ പറഞ്ഞു. ഇയാൾക്കെതിരെ വേണുവും കുടുംബവും നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിന്റെ ദേഷ്യത്തിലാണ് ഇയാൾ കൊലപാതകം നടത്തിയതെന്നും നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ ഇരുമ്പ് തണ്ട് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ നാടിനെ നറുക്കിയ സംഭവം അരങ്ങേറിയത്. ഉഷ, വേണു, വിനിഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ജിതിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. 4 അംഗ കുടുംബമാണ് ആക്രമണത്തിന് ഇരയായത്.